You would obviously say, I am in Bangalore based on this view and this traffic. Yes, I am in Bangalore. So, welcome to Bangalore and possibly be a Bangalore vlog. സോ നമ്മൾ ബാംഗ്ലൂർ വന്ന പണികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ പോയി നമ്മൾ സ്റ്റേ വന്ന നീലാദ്രി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം അവിടുന്ന് നമ്മൾ ചേച്ചീനെയും കൂട്ടിയിട്ട് നമ്മൾ നീലാദ്രി ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോയി. ബാംഗ്ലൂർ വന്നാൽ വ്ളോഗ് എടുക്കണമെന്ന് വെച്ചാൽ വ്ളോഗ് എടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പേഴ്സണലി I need to showcase these all moments I had in Bangalore, but I have no plan. എനിക്ക് എങ്ങനെ ഷൂട്ട് ചെയ്യണം, എന്തൊക്കെ കാണിക്കണം എന്നുള്ളതിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. കാരണം ഐ വെൻറ്റ് ടു ബാംഗ്ലൂർ ഫോർ ഹാവിങ് എ ഗുഡ് ടൈം ആൻഡ് ഐ ജെനുവിൻലി ഹാഡ് എ വെരി ഗുഡ് ടൈം ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. സോ അതുകൊണ്ട് തന്നെ വി ഹാവ് നോ ഐറ്റനറി അജൻഡാസ് ഫോർ വാട്ട് ടു ഡു. But now I decided to make it a video because after some times എനിക്ക് go back to these moments. അതുകൊണ്ട് തന്നെ it will not be a proper Bangalore vlog. Some random days ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി വ്ളോഗ്. സോ വെൽക്കം ടു മൈ റാൻഡം ഡേ നമ്പർ 1. ഞാനിവിടുന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ബാംഗ്ലൂർ പോയത്. ഇവിടുന്ന് തിരിച്ച് വന്നപ്പോഴും അവിടുന്ന് എനിക്ക് ലോട്ട് ഓഫ് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ദേ ആർ മൈ ഫാമിലീസ് നൗ. ഇതിലൊരാളുടെ കൂടെയാണ് നമ്മളിപ്പോൾ ഈ വൈകുന്നേരം നടക്കാനാണെങ്കിൽ ഷോനു. പോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ചെടികളൊക്കെ പൊട്ടിച്ച് നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കുറേ റീൽസ് എല്ലാം ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. കാണുന്നത് ഒരു മണി പ്ലാന്റ് ഉണ്ട്, 2 ബോഗൺ വില്ല ഉണ്ട്. എന്തെന്നാണ് ചേച്ചി ഓരോ വീട്ടിൽ കയറി പറിക്കുക, ഓരോ ഈ ഫാക്ടറി എന്നൊക്കെയാണ് അത് പറിച്ചിട്ടുള്ളത്. ബാംഗ്ലൂരിന്റെ ഹൃദയ ഭാഗത്താണുള്ളത്. അറിയില്ലേ? അങ്ങനെ നാടും ദേശവും ഒന്നും അറിയാണ്ട് നടക്കുമ്പോഴാണ് ഈ വിഷയം നമ്മളെ കണ്ടിപ്പെട്ടത്. ഇതിൽ സ്കാൻ ചെയ്ത് പേ ചെയ്താൽ നമുക്ക് അതിലുള്ള ഐറ്റംസ് ബൈ ചെയ്യാം. നമ്മൾ 2-3 ഐറ്റംസ് എടുത്തു. ഒരു ഇളനീര് വെള്ളം എടുത്തിരുന്നു, വായിൽ വെക്കാൻ കൂടുതലായിരുന്നു. അത് കഴിഞ്ഞ് ദിയാപ്പിക്ക് നല്ല ഒത്തൻറ്റിക് പാനിപ്പൂരി കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ലഡ്ഡൂസിൽ കയറിയത്. അതായത് ഫസ്റ്റ് നമ്മൾ പാൽപേട എടുത്തു, ദെൻ വി ഓർഡർ പാനിപ്പൂരി. നമ്മൾ 4 പ്ലേറ്റ്സ് പാനിപ്പൂരിയാണ് ഓർഡർ ചെയ്തത്. അത് സോ ഹെവി, നല്ല എരിവും ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായി അടിച്ച് കയറ്റി. അവസാനം ആയപ്പോഴത്തേനും ഏരിഞ്ഞ് പണ്ടാരടങ്ങിയിരിക്കുകയാണ്. എരിഞ്ഞ് പണ്ടരടങ്ങിയിരിക്കുകയാണ്. നേരത്തെ വെള്ളവും തീർന്നു വരുന്നു. എഴുന്നിട്ട് കുടിക്കാൻ വെള്ളം പോലും അല്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പം ദാറ്റ്സ് ഹൗ അവർ ഫസ്റ്റ് ഡേ ഇൻ ബാംഗ്ലൂർ വെൻ ലൈക്ക്. കുറേ ഫൺ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഷോണി ചേച്ചിയൊക്കെ ആയിരുന്നു നമ്മൾ ഭയങ്കര ക്വിക്ലിയാണ് കണക്ട് ആയത്. നമുക്ക് മുമ്പ് ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. അവിടെ എത്തി കഴിഞ്ഞാണ് നമ്മൾ പരിചയപ്പെടുന്നത്. പക്ഷേ പണ്ടത്തെ ഒരു ഫ്രണ്ട്സ് റീയൂണിയൻ പോലെയൊക്കെ ആയിരുന്നു. വെൽക്കം ടു റാൻഡം ഡേ 2 ആൻഡ് വി ആർ അറ്റ് HSR ലേഔട്ട് ബാംഗ്ലൂർ. HSRൽ എനിക്ക് തോന്നുന്നു കുറേ മലയാളികളുണ്ട്. അങ്ങനെ ഒരു മലയാളീൻ്റെ കടയിലാണ് നമ്മൾ ചായ കുടിക്കൽ. ആൻഡ് അവിടുത്തെ ചായ അടിപൊളി ചായയാണ്. അറ്റ് ദ സെയിം ഡേ വി വാക്ക്ഡ് ഓൾ ദ വേ ടു ജയനഗർ ഫ്രം HSR. ചില സ്ഥലത്ത് നടക്കുന്ന ഏരിയാസൊക്കെ ഭയങ്കര എസ്തെറ്റിക് ആയിരുന്നു. പോകുന്ന വഴിക്ക് ചെറിയ മഴയെല്ലാം ഉണ്ടായിരുന്നു. നമ്മളോട് ജയനഗർ എക്സ്പ്ലോർ ചെയ്യാൻ ഷോനും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ജയനഗർ ഈസ് ലൈക്ക് അറിയാമല്ലോ, നമ്മുടെ SM സ്ട്രീറ്റ് പോലെ ഒരു മാർക്കറ്റ്. ആൻഡ് അവിടെ എത്തിയ പിന്നെ നന്ദുവിനും ഷോനൂനൊന്നും കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല. പരതി ഓടെയായിരുന്നു, ഫുൾ ബാർഗനിങ്ങും അതും ഇതും. ബട്ട് അവർ ഈസ് ലൈക്ക് മാം ഫിക്സഡ് പ്രൈസ്, നോ ബാർഗനിങ്. ആൻഡ് ദെൻ അവിടുന്ന് നമ്മളൊരു ഊബർ ഓട്ടോ എടുത്ത് നേരെ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, താസ തിണ്ടി എന്ന് പറഞ്ഞ ഒരു ദോശ ഷോപ്പിലേക്കാണ് വിട്ടത്. ഇറ്റ്സ് ഒരു ഇൻസ്റ്റഗ്രാം ഹൈപ്ഡ് ദോശ ഷോപ്പാണ്. ബട്ട് ഇറ്റ് വാസ് ദ ഹൈപ്പ്. 35 റുപ്പീസാണ് അവിടുത്തെ ദോശയ്ക്കുള്ളത്. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു, നല്ല ഒരു വലിയ ക്യൂ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ 1 പ്ലേറ്റ് വടയും 4 ദോശയായിരുന്നു പറഞ്ഞിരുന്നത്. വട നമുക്ക് വേഗം കിട്ടും, ഇത് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്യൂ ആണ്. അങ്ങനെ ഒരു നീണ്ട ക്യൂവിന് ശേഷം നമുക്ക് ദോശ കിട്ടി. ഇതാണ് ദോശ, നല്ല നെയ്യൊക്കെ ഒഴിച്ച് നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു മസാല ദോശയായിരുന്നു. ആ ചട്നി അതും സൂപ്പറായിരുന്നു, നല്ല തിക്ക് ചട്നി. ഓക്കെ, വെൽക്കം ടു റാൻഡം ഡേ 3. MG റോഡിൽ എല്ലാവരും ഷോപ്പിങ്ങിന് വേണ്ടിയാണ് പൊതുവേ പോകാറ്. പക്ഷേ വി വെൻ ഫോർ ഫുഡ്. എല്ലാ മോമോസും പാനിപൂരി ആൻഡ് ദിസ് വൺ ചീസ് കേക്ക് ആൻഡ് ബ്ലൂബെറി ചീസ് കേക്കും പ്ലെയിൻ ചീസ് കേക്കും ഒരു രക്ഷയില്ലാത്ത സാധനമായിരുന്നു. ആൻഡ് ഒബ്വിയസ്ലി ദോശ, പൊടി ദോശ ആൻഡ് മസാല പൊടി ദോശ. ദാറ്റ് വാസ് ഗ്രേറ്റ്.
അങ്ങനെ നടക്കുമ്പോൾ ഇദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടുക. ആ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം അദ്ദേഹം സ്വന്തം ഉണ്ടാക്കിയതാണ്. നല്ല രസമുണ്ടായിരുന്നു അതെല്ലാം കേൾക്കാം. ആൻഡ് ദാറ്റ്സ് ഹൗ അവർ യെറ്റ് അനദർ റാൻഡം ഡേ വെൻ ലൈക്ക്. താങ്ക് യു.